തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ. ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ. ഇന്നോളം ദൈവമെന്നെ കാത്തതോർത്തു പോകുകിൽ. എത്ര കാലം ജീവിച്ചെന്നാലും നന്ദിയേകിത്തീരുമോ ദൈവം. ത്രിയേക ദൈവത്തിന് സ്തുതി. ജീവവചനത്തിലേക്ക് സ്വാഗതം. മാനവജാതിയെ പറ്റിയുള്ള ദൈവത്തിൻ്റെ മുൻ നിയമിക്കപ്പെട്ട പദ്ധതി ഭൂമിയിൽ നടപ്പാകുവാൻ വേണ്ടി മനുഷ്യ സൃഷ്ടിയുടെ ആരംഭത്തിൽ തന്നെ ദൈവം രൂപപ്പെടുത്തിയെടുത്ത സംവിധാനമാണ് കുടുംബം. ആദിയിൽ ദൈവം മനുഷ്യനെ ആണും പെണ്ണുമായി സൃഷ്ടിച്ച് ഏദൻ തോട്ടത്തിൽ വസിക്കുമാറാക്കി. ഈ വിധത്തിൽ ആദ്യത്തെ കുടുംബജീവിതത്തിന് ദൈവം അടിത്തറ പാവുകയും അതിനെ ആശീർവദിക്കുകയും ചെയ്തു. തന്നെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന സമൂഹത്തിൻ്റെ കണ്ണികളായി ഓരോ കുടുംബവും രൂപാന്തരപ്പെടുവാൻ ദൈവം ഇച്ഛിച്ചു. വ്യക്തികളായി മാത്രം പോരാ, കുടുംബമായി തൻ്റെ അതുല്യ സൃഷ്ടിയായ മനുഷ്യൻ രക്ഷപ്രാപിപ്പാൻ ദൈവം ആഗ്രഹിച്ചു. നോഹയുടെ പെട്ടകം പ്രളയകാലത്ത് തൻ്റെ കുടുംബത്തിനും രക്ഷാസങ്കേതമായി ഭവിച്ചുവല്ലോ. ഇന്ന് കുടുംബം സഭയുടെ മാത്രമല്ല, സമൂഹത്തിൻ്റെയും രാഷ്ട്രത്തിൻ്റെയും അടിത്തറ രൂപപ്പെടുത്തുന്ന ആണിക്കല്ലുകളാണ്. മനുഷ്യൻ്റെ ജീവിതയാത്രയുടെ ആരംഭസ്ഥാനമാണ് കുടുംബം. അതിനാൽ കുടുംബജീവിതത്തിലെ അന്തരീക്ഷത്തിൽ തന്നെ ശരിയായ ദർശനവും ശിക്ഷണവും ഉണ്ടായെങ്കിൽ മാത്രമേ ജീവിതം ലക്ഷ്യസ്ഥാനത്തെത്തുകയുള്ളൂ. ആത്മീയതയുടെ ആദ്യ പാഠങ്ങൾ മനുഷ്യൻ മനസ്സിലാക്കേണ്ടതും സ്വന്തം ഭവനത്തിൽ നിന്നായിരിക്കണം. യഹൂദന് ഒരു കുട്ടി പിറന്നാൽ 1 വയസ്സ് തികയുന്നതോടെ ന്യായപ്രമാണത്തിൻ്റെ ബാലപാഠങ്ങൾ അവനെ പഠിപ്പിക്കുവാനുള്ള ശ്രമം ആരംഭിക്കുകയായി. കുടുംബമെന്ന കൂട്ടായ്മ നേരിടുന്ന മുഖ്യമായ വെല്ലുവിളി ഇന്ന് മനുഷ്യൻ്റെ ജീവിതശൈലിയിൽ വന്നിരിക്കുന്ന മാറ്റങ്ങളാണ്. കുടുംബാംഗങ്ങളെല്ലാം ഒന്നിച്ചുകൂടി ദൈവത്തെ സ്തുതിക്കുവാനും പ്രാർത്ഥിക്കുവാനുമുള്ള സമയം മറ്റു പലതിനും വഴിമാറിക്കൊടുത്തിരിക്കുന്നു. കിടന്നുറങ്ങുന്നതിന് മുമ്പ് നടത്തുന്ന ഒരു കുരിശുവര ചടങ്ങായി ഒതുങ്ങിപ്പോയിരിക്കുന്നു. ആധുനിക മാധ്യമങ്ങളും സന്ദർശകരും കുട്ടികളുടെ ട്യൂഷൻ, മറ്റു വിനോദങ്ങൾ, മറ്റു മീറ്റിങ്ങുകൾ മുതലായവയെല്ലാം കുടുംബ പ്രാർത്ഥനയുടെ പവിത്രതയ്ക്കും മഹത്വീകരണത്തിനും വെല്ലുവിളിയായി മാറിയിരിക്കുന്നു. ഫലമോ, മക്കൾ ദൈവത്തിൽ നിന്ന് മാത്രമല്ല സ്വന്തം കുടുംബാംഗങ്ങളിൽ നിന്നും അകന്നു പോവുകയും സ്നേഹം കണ്ടെത്തുവാൻ അപകടകരമായ മറ്റ് മാർഗങ്ങൾ തിരഞ്ഞെടുക്കുകയും ചെയ്യുന്ന കാഴ്ചകൾ നമുക്ക് ചുറ്റും ഇന്നും നാം കാണുന്നു. ദൈവിക കൂട്ടായ്മയിൽ വളരുന്ന കുടുംബത്തിലെ അന്തരീക്ഷം പരസ്പര സ്നേഹത്തിലും വിശ്വാസത്തിലും അധിഷ്ഠിതമായിരിക്കണം. മാതാപിതാക്കൾ തമ്മിലുള്ള സ്നേഹം ആഴമേറിയതും നിർവ്യാജവുമായിരിക്കണം. ഭവനത്തിലെ ആത്മീയത മാതാപിതാക്കളുടെ ആത്മീയ ബന്ധത്തെയും ദൈവവുമായുള്ള അവരുടെ ബന്ധത്തെയും അടിസ്ഥാനമാക്കി ഉരുത്തിരിയുന്നതാണ്. ഒരു പ്രശസ്ത എഴുത്തുകാരൻ പറയുന്നത് ഇപ്രകാരമാണ്: കുടുംബം ഒരു കൂട്ടായ്മയായി വർത്തിക്കുന്നതിന് 5 കാര്യങ്ങൾ ആവശ്യമാണ്. അഗാധമായ ദൈവവിശ്വാസം, കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ആഴമായ സ്നേഹം, പരസ്പരം മനസ്സിലാക്കുവാനുള്ള കഴിവ്, അധ്വാനശീലം, പരസ്പരം സ്നേഹിക്കുവാനും ആദരിക്കുവാനുമുള്ള സന്മനോഭാവം. ഇവയിൽ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ളത് ദൈവവിശ്വാസം തന്നെയാണ്. അതുണ്ടെങ്കിൽ മറ്റുള്ളവ താനെ ഉളവാകുന്നു. കർത്താവ് വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥാ ജാഗരിക്കുന്നു എന്ന് സങ്കീർത്തകൻ 127-ാം സങ്കീർത്തനത്തിൽ പറയുന്നു. ഭൗതിക വിഭവങ്ങളുടെ സുലഭ്യത മാത്രം കുടുംബത്തെ സന്തുഷ്ടമാക്കുന്നുവെന്ന് പറയുവാനാകില്ല. ദുഃഖവും ഉത്കണ്ഠയും നിറഞ്ഞ ദിനരാത്രങ്ങൾ തള്ളി നീക്കുന്ന എത്രയോ സമ്പന്നന്മാരും നമ്മുടെ ഇടയിലുണ്ട് എന്ന് ചിന്തിക്കേണ്ടത് അത്യാവശ്യമാണ്. മനുഷ്യജീവിതത്തിൻ്റെ വികാസ പരിണാമ പ്രക്രിയയിൽ കുടുംബം എന്ന മൂലകം ഏറ്റവും നിസ്തുലമായ പങ്കുവഹിക്കുന്നു. വ്യക്തിയുടെ ബഹുമുഖമായ വളർച്ചയ്ക്ക് സ്നേഹനിർഭരമായ കുടുംബാന്തരീക്ഷം തികച്ചും അത്യന്താപേക്ഷിതമാണ്. ഈ ഭൂമിയിൽ സ്ഥാപിക്കപ്പെടുന്ന സ്വർഗരാജ്യത്തിൻ്റെ ഒരു ചെറിയ പതിപ്പ് തന്നെയാണ് കുടുംബം എന്ന ആപ്തവാക്യം. ദൈവോന്മുഖമായ കുടുംബം ദൈവരാജ്യത്തിൻ്റെ പ്രതീകമായിരിക്കും. ഒരു കുടുംബത്തിലെ എല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുവാൻ സ്വയം വിട്ടുകൊടുക്കുമ്പോൾ അവിടെ ക്രിസ്തീയ കൂട്ടായ്മ വളരുന്നു. ദൈവത്തിൻ്റെ പദ്ധതി യാഥാർത്ഥ്യമായി തീരുന്നു. യോശുവ 24:15 നാം വായിക്കുന്നത് പോലെ, ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ കർത്താവിനെ സേവിക്കും എന്ന് അട്ടഹസിച്ച് പറയുവാൻ നാം ഓരോരുത്തർക്കും സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ ഭൗതികമായിട്ടുള്ള ആഘോഷങ്ങൾക്കും മറ്റുള്ള കൂടിവരവുകൾക്കും പ്രാധാന്യം കൊടുക്കുമ്പോൾ കുടുംബജീവിതം എപ്രകാരം
ദൈവത്തിനായിട്ട് സമർപ്പിക്കപ്പെട്ടു എന്ന് ചിന്തിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും ഇടയാകണം. നമ്മുടെ കുടുംബജീവിതത്തിൽ വരും തലമുറയ്ക്ക് ദൈവത്തെ പകർന്നു നൽകുവാൻ, കുടുംബജീവിതത്തിലൂടെ ദൈവിക സ്നേഹം കുഞ്ഞുങ്ങളിലേക്കും വരും തലമുറയിലേക്കും പകർന്നു നൽകുവാനും, അപ്രകാരം ദൈവത്തിനായി നിലനിൽക്കുന്ന ഒരു കുടുംബമായി തീരുവാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ആശംസിച്ച് ഇന്നത്തെ ചെറിയ ചിന്തയിൽ നിന്ന് വിരമിക്കുന്നു. ദൈവതിരുനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ. ക്ഷമിക്കുവാനാവാത്ത നിമിഷങ്ങൾ